ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അറേ ഇൻഡെക്സിംഗ് ആണ്. സോ അറേ ഇൻഡെക്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു അറേക്കുള്ളിലുള്ളൊരു വാല്യൂസിനെ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാമെന്നാണ് അറേ ഇൻഡെക്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡെക്സ് നമ്പറാണ് അല്ലെങ്കിൽ ഇൻഡെക്സ് വാല്യൂ ആണ്. സോ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നായിരിക്കും. ഒരു അറേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നായിരിക്കും. 0, 1, 2, 3 അതുപോലെ ഒരു 10 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആണിത്. ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 മുതൽ 9 വരെ ആയിരിക്കും. അതുപോലെയാണ് നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസ് ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും. റൈറ്റ് സൈഡിൽ നിന്ന് -1, -2 അങ്ങനെ എത്ര എലമെൻറ്റ്സ് ആണോ ഉള്ളത് അത്ര എലമെൻറ്റ്സ് വരെയുള്ള നമ്പർ ഉണ്ടായിരിക്കും. പക്ഷേ അത് മൈനസിലായിരിക്കും. സോ അത് ഈ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിലോട്ടായിരിക്കും വരുന്നത്. സോ നെഗറ്റീവ് ഇൻഡെക്സിങ്ങിൽ -1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നോർമൽ ഇൻഡെക്സിൽ നമുക്ക് 0-ൽ നിന്നായിരിക്കും അറേ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 1 ഡയമെൻഷണൽ അറേ ഇൻഡെക്സിങ് എങ്ങനെ ചെയ്യാമെന്നാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ 40 എന്ന് പറയുന്ന വാല്യൂ ഇൻഡെക്സ് നമ്പർ 3-ലുള്ള ഈ വാല്യൂ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ 1 ഡയമെൻഷണൽ അറേ ഇൻഡെക്സിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നു, പുതിയൊരു സെൽ ആഡ് ചെയ്യുന്നു. സോ നമുക്ക് ഇവിടെ കണ്ട പോലെ 10 എലമെൻറ്റ്സ് ഉള്ള 10 മുതൽ 100 വരെ വാല്യൂസ് അടങ്ങിയിട്ടുള്ള ഒരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള np.arrange ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ നമ്മൾ array1 എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിലോട്ട് നമ്മൾ np.arrange നമുക്ക് വേണ്ടത് ലോ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ ഹൈ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. നമ്മുടെ സ്റ്റെപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അറേ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. നമുക്കിവിടെ 10, 20, 30, 40, 90 വരെ ലഭിക്കുന്നുള്ളൂ. സോ നമുക്ക് 100 കിട്ടണമെങ്കിൽ നമ്മളുടെ 101 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ 100 ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമ്മൾ നോക്കുന്നത് നമ്മളിവിടെ പഠിച്ച പോലെ നമുക്ക് ഈ 40 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ ആക്സസ് ചെയ്യാം. ആദ്യം നമുക്കൊരു വാല്യൂ അറേക്കുള്ളിലുള്ള ഒരു എലമെൻറ്റ് ആക്സസ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഇൻഡെക്സ് നമ്പറാണ്. ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു 0-ൽ നിന്നാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും 0, 1, 2, 3. സോ 3 എന്നുള്ളതാണ് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ. സോ ഇത് ലഭിക്കണമെങ്കിൽ നമ്മളിവിടെ അറേ നെയിം കൊടുത്തതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡെക്സിലുള്ള വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അത് പുതിയൊരു സെൽ ആഡ് ചെയ്യുന്നു. സോ നമ്മളിവിടെ array1 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത ശേഷം 0, 1, 2, 3 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 40 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് 1 ഡയമെൻഷണൽ അറേ ഇൻഡെക്സിങ് ചെയ്യാം. ഉദാഹരണമായി എനിക്ക് 90 ആണ് വേണ്ടതെങ്കിൽ 0, 1, 2, 3, 4, 5, 6, 7, 8. സോ നമ്മുടെ ഇൻഡെക്സ് നമ്പർ 8 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അറേ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ പോസിറ്റീവ് ഇൻഡെക്സിങ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. നമുക്കിനി നെഗറ്റീവ് ഇൻഡെക്സിങ് നമ്മളിവിടെ പഠിച്ചിരുന്നു, അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നെഗറ്റീവ് ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും, -1-ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഉദാഹരണമായി എനിക്ക് 70 ആണ് വേണ്ടതെങ്കിൽ എനിക്കിവിടെ -4 എന്ന് കൊടുത്താൽ മതി. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ പുതിയൊരു സെൽ ആഡ് ചെയ്യുന്നു. സോ നമ്മളിവിടെ array1 നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ -7 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നു. സോ നമുക്കിവിടെ 40 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കും. -7 ആകുമ്പോൾ നമുക്കിവിടെ കാണാം 40 ആണ്. സോ നമുക്ക് 70 ആണ് ലഭിക്കേണ്ടതെങ്കിൽ നമുക്കിവിടെ -4 കൊടുക്കണം. ഓക്കെ, -4 കൊടുക്കണം. -4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 70 ആക്സസ് ചെയ്യാം. -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള 100 ആക്സസ് ചെയ്യാം. -10 ആണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് നെഗറ്റീവ് ഇൻഡെക്സിങ് പ്രവർത്തിക്കുന്നത്. സോ നമ്മൾ 2 തരത്തിലുള്ള ഇൻഡെക്സിങ് പഠിച്ചു. നോർമൽ ഇൻഡെക്സിങ്, അത് പോസിറ്റീവ് ഇൻഡെക്സിങ്, അതുപോലെ നെഗറ്റീവ് ഇൻഡെക്സിങ്. ഈ ഒരു രീതിയിൽ നമുക്ക് 1 ഡയമെൻഷണൽ അറേ ഇൻഡെക്സിങ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് 2D അറേ ഇൻഡെക്സിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. അതിനുശേഷം നമുക്ക് അറേക്കുള്ളിൽ റോസും കോളംസും ഉണ്ടായിരിക്കും. റോസ് നമുക്ക് 0, 1, 2, 3 ഇതുപോലെ 0-ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ കോളംസും 0, 1, 2 നമുക്ക് 3 കോളമാണുള്ളത്, അതും 0-ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദാഹരണമായി നമുക്ക് 8 എന്ന് പറയുന്ന വാല്യൂ ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതിൻ്റെ ആദ്യം റോ നോക്കണം. റോ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ അതിൻ്റെ കോളം എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ 2, 1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 8 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ വരുന്നു. ആദ്യം നമുക്കൊരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മളിവിടെ array2 നമ്മൾ np.array ഇതിനുള്ളിൽ നമ്മളൊരു 2 ഡയമെൻഷണൽ അറേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് 1, 2, 3 നമുക്കിവിടെ ഉണ്ടായിരുന്നത് 3 ഓരോ റോയിലും 3 വാല്യൂസാണ്. അതുപോലെ 4, 5, 6
7, 8, 9 അതുപോലെ 10, 11, 12. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അറേ 2 നമ്മൾ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. നമ്മളിവിടെ കൊടുത്ത അതുപോലെയുള്ള ഒരു സ്ട്രക്ചറിലുള്ള ഒരു അറേയാണ് നമുക്ക് ലഭിച്ചത്. സോ ഇനി നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത് ഈ വാല്യൂ 8 ആണ്. സോ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പുതിയൊരു സെൽ ആഡ് ചെയ്ത ശേഷം നമ്മളിവിടെ അറേ 2 കൊടുത്ത ശേഷം നമ്മൾ ഇതിനുള്ളിൽ നമ്മുടെ റോ ആദ്യം നമ്മുടെ റോ നമ്പർ നമുക്ക് 0, 1, 2 ആണ്. അതുപോലെ കോളം നമ്പർ 0, 1 ആണ്. സോ 2, 1 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മളിവിടെ കൊടുത്ത പോലെ 0, 1, 2 റോ നമ്പർ അതുപോലെ കോളം നമ്പർ 0, 1. താഴോട്ട് വരുമ്പോൾ അത് 2, 1 ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. നമ്മളിവിടെ 2, 1 എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് 12 ലഭിക്കണമെങ്കിൽ 0, 1, 2, 3 അതുപോലെ 0, 1, 2, 3, 1 എന്ന് കൊടുത്താൽ മതി. ഉദാഹരണമായി നമ്മളിവിടെ 3, 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3, 2 ആണ് കൊടുക്കേണ്ടത്. 12 നമുക്ക് 3, 2 ആണ് കൊടുക്കേണ്ടത്. 11 3, 1 കൊടുക്കേണ്ടത്. 0, 1, 2. സോ നമ്മളിവിടെ 3, 2 കൊടുക്കുക. ഇവിടെ നോക്കിയാൽ കാണാം നമ്മളിവിടെ 3, 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 ലഭിക്കുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് 2 ഡയമെൻഷണൽ അറേ ഇൻഡെക്സിങ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് 3 ഡയമെൻഷണൽ അറേ ഇൻഡെക്സിങ് ആണ്. സോ അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച പോലെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു വാല്യൂ കൂടി കൂടുമെന്ന് മാത്രം. നമുക്ക് 3 വാല്യൂസ് കൊടുക്കേണ്ടി വരും, 3 ഇൻഡെക്സ് നമ്പർ കൊടുക്കേണ്ടി വരും. ഉദാഹരണമായി നമ്മൾ ഇതുപോലെ ഒരു 3 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 3 ഡയമെൻഷനിൽ നമുക്ക് 2 അറേ ഉണ്ട്, 0 അതുപോലെ 1. സോ ആദ്യം കാണുന്നതാണ് 0 ഇൻഡെക്സിലുള്ള അറേ, രണ്ടാമത്തത് 1 എന്ന് പറയുന്ന ഇൻഡെക്സിലുള്ള അറേ. സോ നമുക്ക് 3 ഡയമെൻഷനിൽ 2 അറേ ഉണ്ട്. ഓരോ അറേക്കും നമുക്ക് 2 റോസും അതുപോലെ 2 കോളംസും ഉണ്ട്. സോ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം 0യിൽ നിന്നാണ്. ഇപ്പോൾ 0, 1 എന്ന് പറയുന്ന 2 കോളംസ് റോസ് ഉണ്ടായിരിക്കും, അതുപോലെ 0, 1 എന്ന് പറയുന്ന 2 കോളംസും ഉണ്ടായിരിക്കും. ഇത് ഓരോ അറേക്കും ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യേണ്ട വാല്യൂ 3 ആണെന്ന് കരുതുക. നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ 3 ഡയമെൻഷനിലെ എത്രാമത്തെ അറേയാണ്. സോ നമ്മൾ 0 അറേയാണ്, 0 ഇൻഡെക്സിലുള്ള അറേയാണ്. നമ്മൾ ആദ്യം 0 ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം 0 അറേക്കുള്ളിലെ എത്രാമത്തെ റോയിലാണ് ആ വാല്യൂ ഉള്ളത്. സോ ഒന്നാമത്തെ റോയിലാണ്. നമ്മളിവിടെ 1 കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എത്രാമത്തെ കോളത്തിലാണ് ആ വാല്യൂ ഉള്ളത്, 0 എന്ന് പറയുന്ന കോളത്തിലാണ്. സോ നമ്മളിവിടെ 0, 1, 0 എന്ന് പറയുന്ന ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് പറയുന്ന വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം ഒരു 3 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഈ ഭാഗത്ത് വരുന്നു, പുതിയൊരു സെൽ ആഡ് ചെയ്യുന്നു. നമ്മൾ അറേ 3 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ നമ്മളൊരു 3 ഡയമെൻഷണൽ അറേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ np.array. സോ ഇതിനുള്ളിൽ നമ്മൾ ആദ്യത്തെ അറേക്കുള്ളിലുള്ള വാല്യൂ കൊടുക്കാം 1, 2 അതുപോലെ 3, 4. നമ്മുടെ ആദ്യത്തെ അറേ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്തെ അറേയിൽ നമുക്ക് 5, 6, 7, 8 ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു അറേ പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 നമ്മളിവിടെ കണ്ട രീതിയിലുള്ളൊരു 3 ഡയമെൻഷണൽ അറേ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇനി ഇവിടെ ആക്സസ് ചെയ്യേണ്ടത് ഈ 3 എന്ന് പറയുന്ന നമ്പറാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ അറേയുടെ ഇൻഡെക്സ് നമ്പർ എത്രയാണെന്ന് നോക്കണം. സോ നമുക്ക് 0 ആണ്. അതിനുശേഷം റോ 1 കോളം 0, 0, 1, 0 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ വരുന്നു, അറേ 3 നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ 3 ഡയമെൻഷനിലെ അറേ ഇൻഡെക്സ് ആണ്. സോ നമ്മളിവിടെ 0 കൊടുക്കുന്നു. അതിനുശേഷം റോ നമ്പർ 1, അതിനുശേഷം കോളം നമ്പർ 0. പക്ഷേ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് പറയുന്ന വാല്യൂ ലഭിക്കും. 0, 1, 0, 0, 1, 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇനി നമുക്ക് ഉദാഹരണമായി 7 ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ 1, 1, 0 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ കൊടുത്താൽ മതി. 1, 1, 0 എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 ഇൻഡെക്സിലുള്ള അറേ, 1 ഇൻഡെക്സിലുള്ള റോ, അതുപോലെ 0 ഇൻഡെക്സിലുള്ള കോളം 1, 1, 0. നമുക്കതൊന്നും കൂടി ചെയ്ത് നോക്കാം. നമ്മളിവിടെ വന്നതിന് ശേഷം അറേ 1, 1, 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7 എന്ന് പറയുന്ന വാല്യൂ ലഭിക്കുന്നതായിരിക്കും. സോ 7 എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് അറേ ഇൻഡെക്സിങ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ ഇൻഡെക്സ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിൻ്റെയും ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അറേക്കുള്ളിലുള്ള സ്പെസിഫിക് വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളിവിടെ പഠിച്ച പോലെ 3D അറേ ഇൻഡെക്സിങ്ങും അതുപോലെ 2D അറേ ഇൻഡെക്സിങ്ങും 1D അറേ ഇൻഡെക്സിങ്ങും എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഏത് വാല്യൂ ആണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ വാല്യൂവിൻ്റെ ഇൻഡെക്സ് നമ്പർ ആദ്യം കണ്ടെത്തിയതിന് ശേഷം അത് നമ്മൾ ഇതുപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പെസിഫിക് വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.